ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു കോഡ് മന്ത്ര. നമ്മളിപ്പോൾ പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്സിലെ ന്യൂമറിക് ടൈപ്സിനെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് നോൺ ന്യൂമറിക് ടൈപ്സിനെ കുറിച്ച് നോക്കാം. ഇതിലെ ആദ്യത്തെ ടൈപ്പാണ് ക്യാരക്ടർ ടൈപ്പ്. ക്യാരക്ടർ ടൈപ്പിൽ ഒരു ഡാറ്റ ടൈപ്പാണ് ഉള്ളത്, അതാണ് കെയർ ഡാറ്റ ടൈപ്പ്. സോ എന്താണ് കെയർ ഡാറ്റ ടൈപ്പ് എന്ന് നമുക്ക് നോക്കാം. കെയർ ബേസിക്കലി ഒരു സിംഗിൾ ക്യാരക്ടറിനെ സ്റ്റോർ ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. ഈ ഒരു ക്യാരക്ടറിനെ സ്റ്റോർ ചെയ്യാൻ കെയർ ഡാറ്റ ടൈപ്പ് എടുക്കുന്നത് 2 ബൈറ്റ്സ് മെമ്മറിയാണ്. ഇതിനെ നമ്മൾ ഒരു സിംഗിൾ കോഡ്സിനകത്താണ് എഴുതേണ്ടത്. ഇതിൽ യൂണിക്കോഡിലും വാല്യൂസ് കൊടുക്കാൻ സാധ്യമാണ്. യൂണിക്കോഡ് എന്താണെന്ന് നമുക്ക് ഈ വീഡിയോയുടെ അവസാനത്തിൽ മനസ്സിലാക്കാം. ഇനി കെയർ ഡാറ്റ ടൈപ്പിന്റെ റേഞ്ച് നോക്കാം. നമുക്കിതിൽ 0 മുതൽ 6535 വരെയുള്ള ഡെസിമൽ വാല്യൂസ് ആയിട്ടും അല്ലെങ്കിൽ ഡയറക്റ്റ് ലെറ്റേഴ്സോ ഡിജിറ്റ്സോ സിമ്പിൾസോ ആയിട്ടും അതുപോലെ യൂണിക്കോഡായിട്ടും വാല്യൂസ് എഴുതാൻ സാധിക്കും. ഇതിലെ 0 നൾ വാല്യൂ ആണ് റെപ്രസെന്റ് ചെയ്യുന്നത്. നൾ എന്നാൽ അസാധുവായ അല്ലെങ്കിൽ എംപ്റ്റി വാല്യൂ എന്നാണ് ഉദ്ദേശിക്കുന്നത്. കെയർ ഡാറ്റ ടൈപ്പിൽ നമുക്ക് ലെറ്റേഴ്സ്, ഡിജിറ്റ്സ്, സിമ്പിൾസ് ഓർ യൂണിക്കോഡ് ക്യാരക്ടേഴ്സ് സ്റ്റോർ ചെയ്യാൻ സാധിക്കും. ബട്ട് ഒരു സിംഗിൾ ക്യാരക്ടർ മാത്രം. ഇതിന്റെ സിൻടാക്സ് ഇങ്ങനെയാണ് വരുന്നത്: കെയർ സ്പേസ് വേരിയബിൾ നെയിം ഈക്വൽ ടു സിംഗിൾ കോട്ട്സിൽ വാല്യൂ ദെൻ സെമിക്കോളൻ. കെയർ വാല്യൂസിന്റെ ചില എക്സാമ്പിൾസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ലെറ്റേഴ്സ് ആയ എ, ബി, പിന്നെ ഡിജിറ്റ്സ് ആയ 1, 2, 3, അതുപോലെ സ്പേസ്, പിന്നെ യൂണിക്കോഡ് ക്യാരക്ടേഴ്സ്. ഇവിടെ യൂണിക്കോഡ് 0041 എന്നത് എ എന്ന ലെറ്ററിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അതുപോലെ സ്പെഷ്യൽ ക്യാരക്ടേഴ്സും യൂണിക്കോഡ് വെച്ച് റെപ്രസെന്റ് ചെയ്യാം. ഉദാഹരണത്തിന് 00A9 എന്ന യൂണിക്കോഡ് കോപ്പിറൈറ്റ് സിമ്പിളിനെയാണ് വിശേഷിപ്പിക്കുന്നത്. ഇനി എന്താണ് യൂണിക്കോഡ് എന്ന് നമുക്ക് നോക്കാം. യൂണിക്കോഡ് എന്നാൽ ഒരു യൂണിവേഴ്സൽ ക്യാരക്ടർ എൻകോഡിംഗ് സ്റ്റാൻഡേർഡ് ആണ്. ഇത് എല്ലാ ഭാഷകളിലുമുള്ള ഓരോ അക്ഷരത്തിനും സിമ്പിൾസിനും ഈവൻ ഇമോജീസിന് പോലും ഒരു പ്രത്യേക യൂണീക്ക് കോഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് കമ്പ്യൂട്ടേഴ്സിനെ വിവിധ ലാംഗ്വേജിലുള്ള ടെക്സ്റ്റുകൾ കൈകാര്യം ചെയ്യാൻ സഹായിക്കുന്നു. ജാവ യൂണിക്കോഡ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആയതിനാൽ നമുക്ക് ജാവ പ്രോഗ്രാമിംഗിൽ യൂണിക്കോഡ് ഉപയോഗിക്കാൻ സാധിക്കും. യൂണിക്കോഡ് ക്യാരക്ടേഴ്സിന്റെ കംപ്ലീറ്റ് ലിസ്റ്റ് നമുക്ക് അവൈലബിൾ ആണ്. അതൊന്ന് നമുക്ക് നോക്കാം. ബ്രൗസർ ഓപ്പൺ ചെയ്ത് unicode-table.com എന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യാം. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ടോപ്പ് റൈറ്റിലുള്ള 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യാം. ദെൻ യൂണിക്കോഡ് ഓപ്ഷൻ എക്സ്പാൻഡ് ചെയ്ത് ക്യാരക്ടർ ടേബിൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഈ പേജിൽ നമുക്ക് ലിസ്റ്റ് ഓഫ് യൂണിക്കോഡ് സിമ്പിൾസ് കാണാം. നമുക്ക് പല ലാംഗ്വേജസിലുള്ള യൂണിക്കോഡ് ക്യാരക്ടേഴ്സ് ഇവിടെ അവൈലബിൾ ആണ്. പ്രാക്ടിക്കൽ സെഷനിൽ നമുക്ക് ഒന്നുകൂടെ ഈ പേജിൽ തിരിച്ചു വരാം. ഇനി നമുക്ക് പ്രാക്ടിക്കൽ സിനാരിയോസ് നോക്കാം. എല്ലാവരും ഇന്റലിജ ഓപ്പൺ ചെയ്യുക. ഇന്റലിജ ഇൻസ്റ്റാൾ ചെയ്യാത്തവരും പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യാത്തവരും ഡിസ്ക്രിപ്ഷനിലെ വീഡിയോ ലിങ്ക്സ് ഫോളോ ചെയ്ത് എൻവയോൺമെന്റ് സെറ്റപ്പ് ചെയ്യുക. മുമ്പത്തെ വീഡിയോസ് ഫോളോ ചെയ്തിട്ടുള്ളവർ സെയിം പ്രോജക്റ്റ് തന്നെ റീയൂസ് ചെയ്യുക. ഇനി നമുക്ക് പ്രോജക്റ്റിനകത്തെ SRC ഫോൾഡറിൽ ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യാം. ഇതിനെ കെയർ ഡെമോ എന്ന് നെയിം ചെയ്യാം. ഇനി മെയിൻ മെത്തേഡ് എഴുതാം. നമ്മുടെ ഫസ്റ്റ് സിനാരിയോ ഒരു വാലിഡ് കെയർ വേരിയബിൾ ആണ്. സോ നമുക്ക് കോഡ് എഴുതാം. കെയർ സ്പേസ് ലെറ്റർ ഈക്വൽ ടു സിംഗിൾ കോട്ട്സിനകത്ത് എ ദെൻ സെമിക്കോളൻ. ഇനി ലെറ്റർ എന്ന വേരിയബിൾ പ്രിന്റ് ചെയ്യാൻ പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് എഴുതാം. ഇനി കോഡ് എന്ന് റൺ ചെയ്ത് നോക്കാം. ഇപ്പം സക്സസ്ഫുള്ളി എ എന്ന് പ്രിന്റ് ചെയ്ത് വന്നിട്ടുണ്ട്. നമുക്കിവിടെ എക്ക് പകരം ഏത് ലെറ്ററും ഡിജിറ്റും അതുപോലെ സ്പെഷ്യൽ ക്യാരക്ടേഴ്സും കൊടുക്കാം. സോ അതെല്ലാവരും മാറി മാറി പ്രാക്ടീസ് ചെയ്ത് നോക്കുക. സെയിം സിൻടാക്സ് തന്നെയാണ്. ഇനി സെക്കൻഡ് സിനാരിയോ നോക്കാം. ഇവിടെ നമ്മൾ യൂണിക്കോഡ് വെച്ചുള്ള ഒരു എക്സാമ്പിളാണ് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് സിനാരിയോയിൽ എ എന്ന് നമ്മൾ സ്റ്റോർ ചെയ്തു. ഇനി നമുക്ക് ഈ എ തന്നെ യൂണിക്കോഡ് വെച്ചുകൊണ്ട് എഴുതി നോക്കാം. എയുടെ യൂണിക്കോഡ് കണ്ടെത്താൻ നമുക്ക് യൂണിക്കോഡ് ടേബിൾ സൈറ്റിൽ നോക്കാം. ഇവിടെ എ ലൊക്കേറ്റ് ചെയ്യുക. അതിൽ ഹോവർ ചെയ്താൽ ഒരു കാർഡ് പോപ്പപ്പ് ആയിട്ട് വരും. ഈ കാർഡിൽ എക്ക് താഴെ കാണുന്നതാണ് ഇതിൻ്റെ യൂണിക്കോഡ് U+0041. ഇതിനെ നമ്മൾ ജാവയിൽ എഴുതുമ്പോൾ ഒരു \/ ഫോളോ ചെയ്തുകൊണ്ട് വേണം എഴുതാൻ. പിന്നെ ഈ പ്ലസ് സിമ്പിളും ഒഴിവാക്കി U0041 മാത്രം എടുത്താൽ മതി. സോ നമുക്ക് കോഡ് എഴുതി നോക്കാം. കെയർ സ്പേസ് യൂണിക്കോഡ് എ ഈക്വൽ ടു സിംഗിൾ കോട്ട്സിൽ \U0041 ദെൻ സെമിക്കോളൻ. ഇനി പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് എഴുതാം. SOUT യൂണിക്കോഡ് എ ദെൻ സെമിക്കോളൻ. ഇനി കോഡ് റൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ എ പ്രിന്റ് ചെയ്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഒരു എക്സാമ്പിൾ കൂടെ നോക്കാം. മലയാളത്തിലെ ആ എന്ന ലെറ്റർ യൂണിക്കോഡിൽ എഴുതി നോക്കാം. സോ നമുക്ക് ആ എന്നതിൻ്റെ യൂണിക്കോഡ് കണ്ടെത്താം. ഓക്കെ, നമുക്കിപ്പോൾ ആ എന്ന ലെറ്റർ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ യൂണിക്കോഡ് നോക്കാം. U0D05. ഇതൊന്ന് നമുക്ക് കോഡിൽ യൂസ് ചെയ്ത് നോക്കാം.
വാല്യൂ ഈക്വൽ ടു സിംഗിൾ കോട്ട്സിൽ \u 0D05 ദെൻ സെമിക്കോളൻ. ഇനി പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് എഴുതാം. ഇനി നമുക്ക് കോഡൊന്ന് റൺ ചെയ്ത് നോക്കാം. ഇപ്പം നമുക്ക് കാണാം എന്ന് പ്രിന്റ് ചെയ്ത് വന്നിട്ടുണ്ട്. സോ എല്ലാവരും പല പല യൂണീക് കോഡ്സ് വെച്ച് ഇതിനെ എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കുക. ഇനി ലാസ്റ്റ് സിനാരിയോ നോക്കാം. ഇതൊരു ഇൻവാലിഡ് സിനാരിയോ ആണ്. നമുക്ക് മോർ ദാൻ 1 ക്യാരക്ടേഴ്സ് കാരൽ സ്റ്റോർ ചെയ്ത് നോക്കാം. ഇതൊരു കമ്പൈൽ ടൈം എറർ തരണം. സോ നമുക്കതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. char സ്പേസ് ഇൻവാലിഡ് ഈക്വൽ ടു സിംഗിൾ കോട്ട്സിൽ AB ദെൻ സെമിക്കോളൻ. ഇപ്പം നമുക്കൊരു കമ്പൈൽ ടൈം എറർ കിട്ടി. ടു മെനി ക്യാരക്ടേഴ്സ് ഇൻ ക്യാരക്ടർ ലിറ്ററൽ. സോ ഒന്നിൽ കൂടുതൽ ക്യാരക്ടേഴ്സ് കാരൽ നമുക്ക് സ്റ്റോർ ചെയ്യാൻ കഴിയില്ല. ഇത്രയും എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത വീഡിയോയിൽ ബൂലിയൻ ടൈപ്പിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. സോ എല്ലാവരും ചാനൽ സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഹെൽപ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഇത് സജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അടുത്തൊരു വീഡിയോയുമായി ഇനിയും കാണുന്നത് വരെ ടേക്ക് കെയർ.